എൻ്റെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ വണ്ടിയെടുത്ത് പോകുന്ന ഈ അമ്പലത്തിൻ്റെ അവിടെ വരാം കേട്ടോ. ഇത് കോട്ടയം ജില്ലയിലെ വേദഗിരിയാണ് സ്ഥലം. അപ്പം ഇത് വലിയൊരു അമ്പലമായിട്ടൊന്നുമില്ല. നിങ്ങൾ എന്തായാലും ഇത് ഫുള്ള് കാണണേ. ഇതൊരു കുന്നിൻ്റെ മേളിലാണ് കേട്ടോ, നല്ലൊരു മലയാണ്. അവിടെ നിന്ന് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഇപ്പം മരങ്ങളൊക്കെ വളർന്ന് കാണാം, അങ്ങനെ വലിയ വ്യൂ ഇല്ല. ഇതാണ് ശരിക്കും ആ ഒരു അമ്പലം. ഇതൊരു അമ്പലമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഉള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ കുറച്ചായിട്ട് ഞാൻ പറയാം. ഈ പഴയ സ്റ്റോറികളൊക്കെ ആയിട്ട് കണക്റ്റ് ആവുന്ന കുറേ സംഭവം കേട്ടോ, പഴയ ഹൈന്ദവ സ്റ്റോറികളൊക്കെ ആയിട്ട്. അതായത് ഈ വനവാസ കാലത്ത് പാണ്ഡവർ ഇവിടെ വരികയും വേദവ്യാസ മഹർഷിക്ക് കീഴിൽ വിദ്യ അഭ്യസിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ കാണുന്ന ആ വലിയ ശിലാവിഗ്രഹം ഇല്ലേ, ആ ഒരു കല്ല്, അത് വേദവ്യാസ മഹർഷിയുടെ ശിലാവിഗ്രഹം എന്നാണ് പറയപ്പെടുന്നത്. ഈ കല്ലാണ് അവിടുത്തെ ഒരു വിഗ്രഹമായിട്ട് കാണുന്നത്. പിന്നെ വേറെയും കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. കുറെ വറ്റാത്ത ഉറവകൾ. അന്നത്തെ കാലത്ത് അമ്പലത്തിലെ ആവശ്യത്തിനെക്കാട്ട് വെള്ളം എടുത്തുകൊണ്ടിരുന്നാന്ന് തോന്നുന്നു. ഇപ്പോഴും അതൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ദൂര കാഴ്ചകൾ ഒത്തിരി കാണാം കേട്ടോ. ഇതൊരു പള്ളിയൊക്കെ കാണാമായിരുന്നു. മൊത്തം കാട്. അത്യാവശ്യം ഇപ്പം എല്ലാം കുറച്ചൊക്കെ തെളിച്ചിട്ടതാ. ഇപ്പൊ ഒത്തിരി ആളുകളൊക്കെ വന്നു പോകുന്നുണ്ട്. ഇവിടെ എപ്പോഴും അങ്ങനെ പൂജയൊന്നുമില്ല. മലയാള മാസം 1-ാം തീയതി ഇവിടെ പൂജയൊക്കെ ഉണ്ട് കേട്ടോ. വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നവമിക്ക് അങ്ങനെ എന്തുവാ പറഞ്ഞത്. ഞാനിങ്ങനെ വ്യത്യസ്തമായ കുറച്ച് കാഴ്ചകളൊക്കെ തപ്പിപ്പോയതാ കേട്ടോ. ഈ അമ്പലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ പോയതാ. അപ്പം എനിക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എല്ലാവരും അത് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. നല്ല പൂവൊക്കെ ഉണ്ട് ആ മരത്തേൽ. എന്നിട്ട് ഞാൻ നേരെ ആ വാട്ടർ ടാങ്കിൻ്റെ അടുത്തോട്ട് പോയി. ഇതാ ഒരു ഉറവയിലൊന്നാണ് കേട്ടോ. ഇതൊരിക്കലും വറ്റത്തില്ലെന്നാണ് അവർ പറഞ്ഞേ. അത്രയും വെള്ളം എപ്പോഴും കാണാം. അതിന് വലിയ ആഴമോ അങ്ങനെ കുഴിയായിട്ടൊന്നും ഇല്ല. ഇവിടുന്നാ വെള്ളം സപ്ലൈ ചെയ്യുന്നത് കേട്ടോ, ആ വാട്ടർ ടാങ്കിന്റെ. 12.5 ലക്ഷം ലിറ്റർ വെള്ളം. 12.5 ലക്ഷമോ? ഓ. ഈ ചേട്ടൻ ഈ വാട്ടർ ടാങ്കിന്റെ ഓപ്പറേറ്റർ കേട്ടോ. ഈ ചേട്ടൻ രാവിലെ വരും, കുറച്ച് പരിപാടിയേ ഉള്ളൂ രാവിലത്തെ ഡ്യൂട്ടി. വരിക, വെള്ളം ഓരോ റൂട്ടിലേക്ക് വിടുക. ഇതിപ്പോൾ കടുത്തുരുത്തി റൂട്ടിലേക്കാണ് വെള്ളം വിടുന്നത്. കടുത്തുരുത്തി, ഏറ്റുമാനൂർ, മെഡിക്കൽ കോളേജ്, നീണ്ടൂർ, അങ്ങനെ ഓരോ റൂട്ടിലേക്കും ഓരോ ദിവസവും ഇങ്ങനെ വെള്ളം മാറ്റി മാറ്റി വിടും. അപ്പം അതാണ് ഈ ചേട്ടൻ്റെ പരിപാടി. ഇതിനകത്ത് 12.5 ലക്ഷം ലിറ്റർ വെള്ളമാണ് കിടക്കണേ. അപ്പോൾ ചേട്ടനോട് ഞാനിങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് നല്ല വിശപ്പായി. പിന്നെ സമയം ഒത്തിരി പോയി, അതുകൊണ്ട് ഞാനങ്ങ് തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ ഓക്കെ.